ജെറമിയ 52 അധ്യായം. ജെറൂസലേമിന്റെ നാശം. രാജാവായപ്പോൾ സെദക്കിയായ്ക്ക് 21 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറൂസലേമിൽ 11 വർഷം ഭരിച്ചു. ലിബ്നായിലെ ജെറമിയായുടെ പുത്രി ഹമുത്താൾ ആയിരുന്നു അവന്റെ മാതാവ്. യെഹോയാക്കീമിനെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവിന്റെ കോപം ജെറൂസലേമിന്റെയും യൂദായുടെയും മേൽ നിബദിച്ചു. അവിടുന്ന് അവരെ തന്റെ സന്നിധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. സെദക്കിയ ബാബിലോൺ രാജാവിനോട് കലഹിച്ചു. സെദക്കിയായുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ സൈന്യസമേതം ജെറൂസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിക്കുകയും ചുറ്റും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അവന്റെ 11-ാം ഭരണവർഷം വരെ ആ ഉപരോധം തുടർന്നു. 4-ാം മാസം 9-ാം ദിവസം നാട്ടിൽ ഭക്ഷണം തീർന്ന് ക്ഷാമം രൂക്ഷമായിരിക്കെ അവർ നഗരഭിത്തിയിൽ വിടവുണ്ടാക്കി. കൽദായർ നഗരം വളഞ്ഞിരുന്നു. സെദക്കിയ പടയാളികളോടുകൂടെ രാത്രിയിൽ രാജകീയോദ്യാനത്തിനടുത്ത് മതിലുകൾക്കിടയിലുള്ള കവാടത്തിലൂടെ പുറത്തു കടന്ന് അരാബായിലേക്കൂടി. എന്നാൽ കൽദായ സൈന്യം സെദക്കിയ രാജാവിനെ പിന്തുടർന്ന് ചെന്ന് ജെറിക്കോ സമുദ്രത്തിൽ വെച്ച് പിടികൂടി. അവന്റെ സൈന്യം ചിതറിപ്പോയി. അവർ രാജാവിനെ ബന്ധിച്ച് ഹമാത്തിലെ റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു. ബാബിലോൺ രാജാവ് സെദക്കിയായുടെ പുത്രന്മാരെ അവന്റെ മുൻപിൽ വെച്ച് കൊന്നു. യൂദായിലെ പ്രഭുക്കന്മാരെയും റിബ്ലായിൽ വെച്ച് വധിച്ചു. അവൻ സെദക്കിയായുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി മരണം വരെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. ദേവാലയം അഗ്നിക്കിരയാകുന്നു. 5-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ 19-ാം ഭരണവർഷം നബൂഖദ്നേസറിന്റെ അംഗരക്ഷക പ്രധാനിയായ നെബൂസരാദൻ ജെറൂസലേമിൽ പ്രവേശിച്ചു. അവൻ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും മറ്റു മാളികകളും അഗ്നിക്കിരയാക്കി. അവനോടൊപ്പമുണ്ടായിരുന്ന കൽദായ സൈന്യം ജെറൂസലേമിന് ചുറ്റുമുള്ള മതിലുകൾ തകർത്തു. ശില്പികളെയും ബാബിലോൺ രാജാവിന്റെ പക്ഷം ചേർന്നവരെയും നഗരത്തിൽ അവശേഷിച്ചിരുന്നവരെയും നെബൂസരാദൻ പിടിച്ചുകൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ മുന്തിരിത്തോപ്പ് സൂക്ഷിപ്പുകാരായും അവിടെ തന്നെ നിയമിച്ചു. കൽദായർ കർത്താവിന്റെ ഭവനത്തിലെ ഓട്ടുതൂണുകളും ഓടുകൊണ്ടുള്ള ജലസംഭരണിയും ഉടച്ച് കഷ്ണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കുടങ്ങൾ, കോരികകൾ, തിരിയണയ്ക്കാനുള്ള കത്രികകൾ, ചഷകങ്ങൾ, ധൂപകലശങ്ങൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഇതര ഓട്ടുപാത്രങ്ങൾ ഇവയെല്ലാം അവർ കൈക്കലാക്കി. കൂടാതെ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച കോപ്പകൾ, തളികകൾ, കലശങ്ങൾ, വിളക്കുകാലുകൾ, ധൂപപാത്രങ്ങൾ, ക്ഷാളനപാത്രങ്ങൾ ഇവയും നെബൂസരാദൻ കൊള്ളയടിച്ചു. സോളമൻ രാജാവ് കർത്താവിന്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച തൂണുകളുടെയും ജലസംഭരണിയുടെയും അതിനിടയിലുണ്ടായിരുന്ന 12 കാളകളുടെയും പീഠങ്ങളുടെയും ഓടിന്റെ തൂക്കം തിട്ടപ്പെടുത്തുക അസാധ്യം. തൂണുകളുടെ ഉയരം 18 മുഴവും ചുറ്റളവ് 12 മുഴവും ആയിരുന്നു. 4 വിരൽ കനത്തിൽ അകം പൊള്ളയായിട്ടാണ് അവ പണിതിരുന്നത്. അവയ്ക്ക് ഓടുകൊണ്ടുള്ള മകുടങ്ങളുണ്ടായിരുന്നു. മകുടത്തിന്റെ ഉയരം 5 മുഴം. ചുറ്റും ഓടുകൊണ്ട് വല പോലെ നിർമ്മിച്ച ചട്ടക്കൂടും മാതളപ്പഴങ്ങളും അതിൽ ഉണ്ടായിരുന്നു. 2 തൂണുകളും ഒന്നുപോലെ ആയിരുന്നു. മകുടത്തിന്റെ വശങ്ങളിൽ 96 മാതളപ്പഴങ്ങൾ കാണാമായിരുന്നു. ചട്ടക്കൂട്ടിൽ ആകെ 100 മാതളപ്പഴങ്ങളാണ് ഉണ്ടായിരുന്നത്. ജനം പ്രവാസത്തിലേക്ക്. പ്രധാന പുരോഹിതൻ സെരായായെയും സഹപുരോഹിതൻ സഫാനിയായെയും 3 വാതിൽക്കാവൽക്കാരെയും നഗരത്തിൽ നിന്ന് ഒരു സേനാപതിയെയും രാജാവിന്റെ ഉപദേഷ്ടാക്കളായി നഗരത്തിൽ കണ്ട 7 പേരെയും
സൈന്യത്തിൽ ആളെടുക്കുന്ന സൈന്യാധിപന്റെ കാര്യദർശിയെയും ജനത്തിൽ നിന്ന് പട്ടണത്തിൽ കണ്ട 60 പേരെയും കാവൽപ്പട നായകൻ ബന്ധനസ്ഥരാക്കി. സേനാനായകനായ നെബൂസരാദൻ അവരെ റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്തു കൊണ്ടുവന്നു. അവിടെ വെച്ച് രാജാവ് അവരെ വധിച്ചു. അങ്ങനെ യൂദ സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാസിതനായി. നബൂഖദ്നേസർ അടിമകളായി പിടിച്ചുകൊണ്ടുപോയവരുടെ എണ്ണം ഇതാണ്: അവൻ്റെ 7-ാം ഭരണവർഷം 3023 യഹൂദർ, 18-ാം ഭരണവർഷം 832 പേർ, 23-ാം ഭരണവർഷം നെബൂസരാദൻ പിടിച്ചുകൊണ്ടുപോയ 745 യഹൂദർ, ആകെ 4600 പേർ. എവിൽ മെറോദാഖ് ബാബിലോണിൻ്റെ ഭരണമേറ്റ വർഷം യൂദാ രാജാവായ യെഹോയാക്കീനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവൻ്റെ കാരാഗൃഹവാസത്തിൻ്റെ 37-ാം വർഷം 12-ാം മാസം 25-ാം ദിവസമായിരുന്നു അത്. അവൻ യെഹോയാക്കീനോട് സൗഹാർദ്ദപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടൊപ്പമുള്ള രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു. യെഹോയാക്കീൻ കാരാഗൃഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. എല്ലാ ദിവസവും അവൻ രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു. അവൻ്റെ അനുദിന ആവശ്യങ്ങൾ മരണം വരെ രാജാവ് നിർവഹിച്ചു പോന്നു.